ദേവയാനി നയനയെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് കേട്ടോ. അത് കണ്ടിട്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്, ഞാൻ വന്ന ദിവസം തന്നെ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് വളരെയധികം സങ്കടമായി. അവളെ പിടിച്ച് തള്ളിയതിനാണ് അവളുടെ അനിയത്തി എന്നെ തല്ലിയത്. അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, അല്ല, എനിക്ക് കരൾ തന്ന എൻ്റെ മോളെ തള്ളിയിട്ടതിന് പിന്നെ അനിയത്തി നിന്നെ തല്ലുകയല്ലാതെ പിടിച്ച് ഉമ്മ വെക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഒരു കലിപ്പോട് കൂടി. ആ സമയത്ത് ജാനകിയും ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നയനയെ കുറിച്ചിട്ട്. പിന്നീട് അനാമികയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഏതായാലും അവളുടെ അനിയത്തി മോളെ തല്ലിയതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു മോളെ, തൽക്കാലം അവളെ വിളിച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയായിപ്പോയി, അതുകൊണ്ട് ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് നയന ഒരു സർപ്രൈസ് ആയിട്ട് ആദർശൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഒരാൾ വന്നിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്തോട്ട് വരുന്നത്. അങ്ങനെ നയനയെ കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ആദർശ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നയനെ നീയോ, നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ആരാന്നുള്ളത് നിങ്ങൾ പറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനോ മുത്തശ്ശനോ ആയിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത്, അതൊന്നുമല്ല, ഞാൻ അമ്മയെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആരാണോ ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് ആഗ്രഹിച്ചത് അവർ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ മലക്ക് പോയത് വെറുതെ ആയില്ലല്ലേ നയനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുകയാണ് ആദർശ്. ഏതായാലും അതൊക്കെ കേട്ടിട്ട് ആദർശ് ഞെട്ടി നിൽക്കുകയാണ്. ഏതായാലും അച്ഛൻ്റെയൊക്കെ നിർബന്ധം കൊണ്ടായിരിക്കും അമ്മ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നയനയ്ക്കൊക്കെ വളരെയധികം സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിളിച്ച് കൊണ്ടുവരൽ ആ ഒരു ഇതൊക്കെ. അങ്ങനെ നയന പിന്നീട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ കാഴ്ച കണ്ടിട്ട് നയനയെ കണ്ടിട്ട്, ഇത് സ്വപ്നമാണോ മോളെ സത്യമാണോ, ഞങ്ങൾ വിശ്വസിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് ശരി, രണ്ടാളും കൂടെ ഒരു സ്വപ്നം കാണുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നയന കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അമ്മയമ്മയുടെ മനസ്സൊക്കെ മാറിയില്ലേ എന്നൊക്കെ മുത്തശ്ശനെ ചോദിക്കുന്ന സമയത്ത്, മനസ്സൊന്നും മാറിയിട്ടില്ല, വലിയ താല്പര്യമില്ലാതെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പ്രത്യേകിച്ചും ആദർശേട്ടനും അതുപോലെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നയന പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ അമ്മ പറഞ്ഞാലും എനിക്കിത് വളരെയധികം സന്തോഷമായി മുത്തശ്ശ എന്നൊക്കെ പറയാണ് നയന. അങ്ങനെ പിന്നീട് നയനയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി വന്നു എന്ന് കരുതിയിട്ട് നേരെ അടുക്കളയിലോട്ടൊന്നും കയറാൻ പോകണ്ട, എന്താന്ന് വെച്ചാൽ ജാനകിയും ജലജയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നോളും, ഇനി അതും ഏറ്റെടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ വാണിംഗ് കൊടുക്കുന്നത് പോലെ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ട് നയന നിൽക്കുന്നില്ല. ആ സമയത്ത് നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മുത്തശ്ശ, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പണി ചെയ്യുന്നതിൽ ജോലി ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവരോട്. ഇതേ സമയം ദേവയാനിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി നയനയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് പിന്നെ ദേവയാനിയുടെ അടുത്തൊക്കെ വന്നിട്ട് അമ്മയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് നയനയെ കൊണ്ടുവന്നതിന്. ആ സമയത്ത് ആദർശിനെ ഒന്ന് വട്ടം കറക്കാൻ വേണ്ടിയിട്ട്, ഏതായാലും എനിക്ക് കരൾ തന്നത്, എൻ്റെ കരൾ മാറ്റി വെച്ചതിന് ശേഷം നയനയോട് വല്ലാത്തൊരു സ്നേഹമാണ് നിങ്ങൾക്ക്, പക്ഷേ എനിക്ക് കരൾ തന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചത് കൊണ്ടുവരാനോ നിങ്ങൾ ആരും ശ്രമിക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശിനെ ഒന്ന് വട്ടം കറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ ചിരിക്കുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ ആർക്കും പിടികൊടുക്കാത്ത രീതിയിൽ ദേവയാനി ആദർശിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദർശാണെങ്കിൽ ഇടയ്ക്ക് ആകെ പെട്ട അവസ്ഥയിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ ദേവയാനി കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വരാൻ പോകുന്നതൊക്കെ അടിപൊളി എപ്പിസോഡാണ്. ദേവയാനി കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ളത് ഇവരാരും അറിയുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ വളരെ രസകരമായിരിക്കും.